ഹലോ ഗൈസ്, വടംവലിനെ വളരെ സീരിയസ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം ഒരു വടംവലിച്ച് കളയാം, അല്ലെങ്കിൽ വടംവലി കാണാൻ പോവുക, അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. വടംവലിയിലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് കരുതുന്ന വടംവലി പ്രേമികൾ, വടംവലി മത്സരങ്ങൾ കാണാൻ വരുന്ന ആളുകൾ, വടംവലി മത്സരങ്ങൾ നടത്തുന്ന കമ്മിറ്റികൾ, അസോസിയേഷനുകൾ, അത് ഏത് അസോസിയേഷൻ ആയിക്കോട്ടെ, ഏത് ജില്ല ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വടംവലി ടീമുകൾ, പ്ലെയേഴ്സ്, വടംവലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വടംവലി പ്രാന്തികൾ, ഇവരാരെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ ഒന്നാണ് വടംവലി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയണേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ കരുതിയുള്ള പല സാധനങ്ങളും ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്കുന്നുള്ളത്. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു ടീം വേണം, അതുപോലെ കുറേ വടംവലി മത്സരങ്ങൾ കാണണം. ഈ ഒരു സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫുട്ബോളൊക്കെ പ്രാന്ത് എന്ന് പറയൂലേ, അതേപോലെയുള്ള ഒരു സാധനം വടംവലി. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വടംവലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 18ഓളം കിലോ വടംവലിക്ക് വേണ്ടി കുറച്ചുള്ള മനുഷ്യരാണ്. ഞാൻ അതുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് വടംവലിയിൽ അണ്ണാങ്കുഞ്ഞിന് തന്നാലായതെന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വടംവലിയിലെ ഇത്രയും പ്രാന്തന്മാരായ ആളുകളുടെ അങ്ങനെ അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ക്വാളിറ്റി ഉള്ള രീതിയിൽ എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ ഞാൻ ഒരു 18-19ഓളം വടംവലി ലൈവുകൾ ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. എൻ്റേതായ ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ അത് മെച്ചപ്പെടുത്തി നല്ല ക്വാളിറ്റി രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്വന്തമായിട്ടൊരു വടംവലി ടീം പോകണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അത്യാവശ്യം ലോങ് പോയിട്ട് ട്രയലടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ഒരു ടീമിൽ സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, പ്രയോറിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ എന്തിന് മുൻഗണന കൊടുക്കണമെന്ന്. ഞാൻ വടംവലിക്ക് നല്ല മുൻഗണന കൊടുക്കണം മനുഷ്യരാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഞാൻ ഓരോന്ന് എടുത്തു പറയില്ല. എന്നെ കുറച്ച് കാലമായിട്ട് നിങ്ങൾ ഈ സീസണിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഞാൻ ഇവിടുന്ന് വന്നതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നൊരു സംഭവം, എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതൊക്കെ നിർത്തിയാലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സ്റ്റേജിലാണ്. നീ വടംവലി മത്സരങ്ങൾക്ക് പോടാ, വടംവലി ലൈവ് ചെയ്യ്, ഞാൻ നിർത്തുന്നു വേണ്ട, വടംവലിക്ക് നിനക്ക് എവിടേക്ക് നിനക്ക് വടംവലി കാണാൻ പോകണമെന്ന് ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊക്കെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ആ ചേട്ടൻ്റെ പേര് പറയുന്നത് ആ ചേട്ടൻ പറഞ്ഞിട്ട് ചക്കരമുത്ത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഞാനെന്തെങ്കിലും ലൈവ് ക്വാളിറ്റിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ ഒരുപാട് പോരായ്മകളുണ്ട്, പക്ഷേ ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ടീം എന്തെങ്കിലും ഉണ്ടാവും തോന്നുന്നില്ല. കാരണം പ്രാന്തന്മാരുടെ ഇടയിലാണ് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ആരും വിമർശിച്ച് പറയണതല്ല. പിന്നെ നമ്മുടേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു സപ്പോർട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഞാൻ വരണത്. അപ്പോൾ എന്തായാലും എനിക്ക് വടംവലി മത്സരങ്ങൾ കാണാനും ലൈവ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരണത്, ഞാൻ ഈ വടംവലിക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ്, ഇതിലേക്ക് കുറേ ആളുകളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഫാമിലിയിൽ കിട്ടാത്ത സപ്പോർട്ടും, എന്താ പറയുക, ഫാമിലിയിൽ സപ്പോർട്ടില്ലാത്തൊരവസ്ഥയും അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അതേപോലെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഇടയിൽ തന്നെ പലരും മരണപ്പെട്ടു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫാമിലി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഇതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക, ഭക്ഷണം കഴിക്കാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ഞാനും പലതും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന പല കാര്യങ്ങളും. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, എനിക്കത് വടംവലി എനിക്ക് പ്രാന്താണ്. അപ്പോൾ എനിക്കത് വിടാൻ പറ്റൂല. അപ്പോൾ ഞാൻ എന്തായാലും ലൈവിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട ഗൈസ്. എന്നോട് പലരും പറയുകയും ചെയ്തു. അപ്പോൾ എനിക്കത് മെച്ചപ്പെടുത്തി ക്വാളിറ്റിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. കുറച്ചുകൂടി പ്രൊഫഷണലായ രീതിയിൽ അടിപൊളിയായിട്ട്. പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച് വേറെ ഞാൻ പറയാൻ ആഗ്രഹമില്ല, അങ്ങനെയല്ല. ഞാനൊരു കമ്മിറ്റിക്കാരിൽ നിന്ന് അങ്ങനെ എന്താ പറയുക, എനിക്ക് ഇത്ര വേണം അങ്ങനെയൊന്നും പറയില്ല. ഞാൻ അങ്ങനെയുള്ളൊരു മനുഷ്യനും അല്ല, അങ്ങനെ ആയിട്ടുമില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ, എന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഒരു രൂപ കിട്ടുകയാണെങ്കിൽ, കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ വിളിക്കുകയാണെങ്കിൽ, അത് ഈ വടംവലിയുടെ ഇങ്ങനെയുള്ള പ്രാന്തന്മാർക്ക്, ഇങ്ങനെയുള്ള ടീമുകൾക്ക്, ഇതുമായി വടംവലി ബന്ധപ്പെട്ട ചാരിറ്റി സംഭവങ്ങൾക്കൊക്കെ ഒരു ഭാഗമാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേസ്. എന്നാലും അതായത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള സപ്പോർട്ട്. അപ്പോൾ ഏതെങ്കിലും കമ്മിറ്റിക്കാർ എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപ കിട്ടുകയാണെങ്കിൽ വിചാരിക്കുക, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 25% ആ കോർട്ടിൽ വെച്ച് തന്നെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേസ്. അപ്പോൾ നമുക്ക് അറിയുന്നതാണ്, സ്പോൺസറൊന്നും കിട്ടാണ്ട് വരുന്ന ആളുകൾ, വീട്ടിൽ നിന്ന് കാര്യമായി സപ്പോർട്ടൊന്നും കിട്ടാറുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഏതെങ്കിലും രീതിയിൽ നന്നാവുകയാണെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതെങ്കിലും കമ്മിറ്റിക്കാർക്ക്, വടംവലി കമ്മിറ്റിക്കാർക്ക്, നടത്തുന്ന കമ്മിറ്റിക്കാർക്ക് എന്നെ ലൈവ് ചെയ്യാൻ വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഗൈസ്. ഞാനെന്തായാലും തെറ്റിത്തിരികെ കിടക്കുന്നുണ്ടാവും വടംവലി കോർട്ടുകളിലൊക്കെ. എനിക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഏതെങ്കിലും കമ്മിറ്റിക്കാർക്ക് എന്നെ വടംവലി ലൈവ് ചെയ്യാൻ വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കുക ഗൈസ്. എന്നെ പല ടീമുകളും ആയോ നമുക്ക് ഇവിടെ എന്താ പറയുക ഉഷാറാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ കുറേ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല, നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറയാം. അപ്പോൾ അത് സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ വടംവലി മത്സരങ്ങൾ കാണാൻ വരുന്നുണ്ടാവും, ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതെങ്കിലും കമ്മിറ്റിക്കാർക്ക് എന്നെ വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഗൈസ്. എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു 25% വടംവലി ആ ഒരു ഇതിനു വേണ്ടി എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു രീതിയിൽ മറ്റുള്ളവരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക, അത്രയേ ഉള്ളൂ ഗൈസ്. എന്തായാലും വടംവലി നമ്മൾ വിടൂല, ഇതായിട്ട് പറ്റണ പോലെ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കേണ്ടത്. എന്തായാലും ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴേക്ക് എനിക്ക് നല്ലൊരു ടീമും ഒക്കെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കുറേ ആളുകളെ, നല്ല രസമുള്ള കുറേ ആളുകളെ, എത്രയും പ്രാന്തന്മാരെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് ഞാൻ വലിയ സന്തോഷമായിട്ട് നിങ്ങളുടെ ഇത് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഞാനിത് മൊത്തം നിർത്തിയാലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് നിർത്തരുത്, മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ശ്രമിക്കലുണ്ട്, കുറേയൊക്കെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സംഭവം ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ സപ്പോർട്ടോ എന്നെ ലൈവിന് വിളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക ഗൈസ്. എനിക്കിപ്പോൾ എന്താണ് തൽക്കാലം ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണത്, ഞാൻ ലൈവിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കണത്. അപ്പോൾ എന്നെ എനിക്കതൊന്ന് റെഡിയാക്കി അടിപൊളിയായിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ പൊതുവേ കമ്മിറ്റിക്കാരത്ത് അങ്ങനെ കാശ് ചോദിക്കലൊന്നുമില്ല, അതുപോലെ എനിക്കങ്ങനെ ചോദിച്ചു വാങ്ങാനും ഭയങ്കര മടിയുള്ള മനുഷ്യനാണ്. പിന്നെ ഞാൻ അങ്ങനെ ആയിട്ടുമില്ല. പിന്നെ ഞാൻ ഈ സീസണിലാണ് ലൈവിൻ്റെ കാര്യമൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയില്ല അതെന്താ കാര്യങ്ങളെന്ന്. എന്നെ കുറച്ചൊക്കെ പറ്റിച്ചും പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മുതലെടുക്കുക എന്നൊക്കെ രീതിയിലുള്ള കുറച്ച് എനിക്ക് അതൊക്കെ ഭയങ്കര വിഷമമാണ്. നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് അത് അപ്പോൾ അങ്ങനെയുള്ള മാനസികമായിട്ട് കാര്യമൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും വെയിറ്റൊക്കെ കുറച്ചിട്ട് പോകുന്ന സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ കൂടുള്ള ആളുകൾ വെയിറ്റ് ഒന്നും കുറയ്ക്കാണ്ട് ഇറങ്ങുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനത് ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, എനിക്ക് ഭയങ്കര വിഷമമാണ് അതൊക്കെ ഉള്ളത്. പറ്റൂല. കാരണം ഞാനെന്താ വെച്ചാൽ ഞാൻ ഒരു നേരം മാത്രം ചോറുണ്ടിട്ടേ ആ ചോറുണ്ണലില്ല പലപ്പോഴും. ആ ചോറിന് പകരം രാവിലെ 3 മുട്ട പുഴുങ്ങിയത്, ഉച്ചയ്ക്ക് ഒരു 2 മുട്ട പുഴുങ്ങിയത്, അതുപോലെ രാത്രി സമയത്ത് നമ്മുടെ കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടെങ്കിൽ പയറുപ്പേരി എന്തെങ്കിലും അങ്ങനെ തിന്നിട്ട് വെയിറ്റ് 10 കേട്ടോ 83.6 ഞാൻ വടംവലി ഡ്രസ്സിൽ തൂങ്ങിയ മഞ്ചാണ് കഴിഞ്ഞ കൊല്ലം. അത് ഇപ്പോൾ ഞാൻ എന്താ പറയുക ഒരു 65-66 ആ ലെവലിലേക്ക് വെയിറ്റ് കാണിക്കണ ആ ലെവലിലേക്ക് എത്തിക്കണ ഒരു വജ്രാണ്. അപ്പോൾ എനിക്ക് തമാശക്കളിയല്ല. അപ്പോൾ എനിക്കങ്ങനെ പ്രാന്തന്മാരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കുറവുകളൊക്കെ പരിഹരിച്ച് ഉഷാറായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ലൈവിൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. വടംവലി മത്സരങ്ങൾ കാണാനും പരമാവധി കോർട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും എന്നെ വടംവലി ലൈവിൽ വിളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കുക. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇപ്പോൾ സ്പോൺസറൊന്നും കിട്ടാത്ത ടീമുകളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്ത് വരുന്ന പ്ലെയേഴ്സോ അവർക്ക് ആർക്കെങ്കിലൊക്കെ അതിന് ഒരു 25% എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് ലൈവിന് വരുമ്പോഴുള്ള സ്പോൺസർ എന്തെങ്കിലും ഒരു ചേട്ടൻ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കേണ്ടത്. പിന്നെ അതിൻ്റെ റിസ്ക് ഇതിൽ ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴേക്ക് ഏതെങ്കിലും ടീമുകളൊക്കെ ബാക്കിൽ നിന്നൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രസമായിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഓരോ സ്വപ്നങ്ങളാണ്, ഓരോ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. വടംവലി നമ്മൾ വിടൂല, എന്തായാലും മുന്നോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അങ്ങനെയാണ് ഞാൻ എൻ്റെ വർക്ക് സ്കൂട്ടറിലാണ് പരമാവധി കോർട്ടുകളിലേക്ക് എത്താൻ ശ്രമിക്കൽ. അപ്പോൾ ഒരു അതിൻ്റേതായ റിസ്ക് ഉണ്ട്, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ. ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാരും നെഗറ്റീവായിട്ട് എടുക്കരുത്, ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പറയണത്. അപ്പോൾ എന്നോട് പലരും പറയുന്നുണ്ടായിരുന്നു ഈ സ്പോൺസർ ചോദിക്കുക അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് എന്താ പറയുക ലൈവ് ചെയ്യാൻ വരുന്നുണ്ട് എന്തെങ്കിലും അങ്ങനെ രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ എന്താ സംഭവം, എനിക്കത് എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അങ്ങനെ കാര്യമുണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ദയവ് ഇത് ആരും ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞങ്ങൾക്ക് ഇതാണ് വിചാരിക്കണത്. എന്തായാലും വടംവലി ഉഷാറാവട്ടെ. ഓക്കെ, എനിക്കിത് നിർത്താൻ പറ്റൂല. അതാണ് നമ്മളിത് തുടങ്ങിയിട്ട് 2 കൽപ്പിച്ച് ഇറങ്ങിയ ഒരു സാധനമാണ്. കുറേ കാലം പറ്റണത്തോളം കാലം മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണ ഒരു സാധനമാണത്. അപ്പോൾ അത് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇനി ലൈവിൽ ഫോക്കസ് ചെയ്യുമായിരിക്കും. അപ്പോൾ എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലും ചെറിയൊരു ഫേസ്ബുക്ക് പ്രൊഫൈലും ഉണ്ട്. അപ്പോൾ അതിലൂടെ ആയിരിക്കും സംഭവങ്ങൾ, അതിലൂടെയാണ് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കങ്ങനെ പൊതുവേ ക്രൗഡിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകളെ കാണുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആവും. അങ്ങനെ കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ക്വാളിറ്റിയിൽ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ തപ്പി പിടിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് മാത്രം. അപ്പോൾ ഏതെങ്കിലും കമ്മിറ്റിക്കാർക്ക് എന്നെ ലൈവ് ചെയ്യാൻ വിളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കുക ഗൈസ്.
സംഭവം അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകൾ വടംവലിയിലേക്ക് വരണമെങ്കിലും അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്ത് ഞാൻ പറയുന്ന കാര്യം എന്താണ്, വെറുതെ ഒരു കോർട്ട് 2 കോർട്ട് എന്ന് വിചാരിച്ച് ദയവ് ഇത് വരരുത്. അതല്ല സാധനം. വരരുത് എന്നല്ല പറയുന്നത്, അങ്ങനെയല്ല. അതിന് നമ്മളതിലേക്ക് ആഴ്ന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ റിസ്ക് മനസ്സിലാവുക. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പകുതി വെച്ച് നിർത്തി പോകരുത് എന്നാണ് എന്നോട് ആളുകൾ പറയണത്. ഞാനും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം.